നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ടിപ്സ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ്. വീട്ടമ്മമാർക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ടിപ്സാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും വീടുകളിലും വവ്വാലുകളുടെ ശല്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീടിൻ്റെ ബാൽക്കണിയിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉക്കിൻ്റെ മീതെ വവ്വാലുകൾ തൂങ്ങിക്കിടക്കാറുണ്ട്. അധിക സ്ഥലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്തായാലും അതിൻ്റെ ശല്യമുണ്ട്. നിപ്പ വന്നതോടുകൂടി നമുക്കെല്ലാവർക്കും വവ്വാലിനെ കാണുന്നത് തന്നെ പേടിയാണ്. അപ്പോൾ വവ്വാലിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ആൾതാമസമില്ലാത്ത വീടുകളിലൊക്കെയാണ് വവ്വാലുകളെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആളുകളൊക്കെ ഉള്ള വീടുകളിൽ തന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വവ്വാലുകൾ ഹുക്കിൻ്റെ മീതൊക്കെ തൂങ്ങിക്കിടക്കാറുണ്ട്. ബാൽക്കണിയിലോ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ സൺസൈഡിൻ്റെ അവിടെയൊക്കെ ആയിട്ട് തൂങ്ങിക്കിടക്കാറുണ്ട്. അപ്പോൾ ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം, വവ്വാൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടില്ലേ? ഇതേപോലെ കിട്ടിയ സ്ഥലത്തൊക്കെ അവർ തൂങ്ങിക്കിടക്കാറുണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഗിൽറ്റ് പേപ്പറില്ലേ, നമ്മൾ പ്ലാസ്റ്റിക് മാലകൾ കണ്ടില്ലേ, പേപ്പറിൻ്റെ ഒക്കെ മാലകൾ, അതേപോലത്തെ ഈ സിൽവർ കളറിലുള്ള മാലകൾ വാങ്ങിയിട്ട് നമ്മൾ എവിടെയാണോ വവ്വാൽ വന്നിരിക്കുന്നത് വെച്ചാൽ ആ ഭാഗത്തായിട്ട് നമ്മൾ തൂക്കിയിടുക. 1-2 ലൈന് മാലകൾ, ഈ കളറിലുള്ള സിൽവർ കളറിലുള്ള മാലകൾ നമ്മളവിടെ തൂക്കി കൊടുക്കുക. 2 ലൈനായിട്ട് കെട്ടിക്കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇനി 1 ലൈനായാലും മതി. ഈ കാണുന്ന മാലകൾ ബർത്ത്ഡേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ഗിൽറ്റ് പേപ്പറാണ്. ഇത് വെച്ചിട്ടാണ് ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയത്. ഈ മാല കെട്ടിക്കൊടുത്തപ്പോൾ വവ്വാലുകൾ ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഈ സമയത്ത് പറങ്കിമാങ്ങി മൂച്ചുമാങ്ങിയൊക്കെ നന്നായിട്ടുണ്ടാവുന്ന സമയമല്ലേ, അപ്പോൾ വവ്വാലുകൾ എന്തായാലും ആ ഭാഗത്ത് വരാതിരിക്കില്ല. അപ്പോൾ ഇതേപോലെ ഒന്നെങ്കിൽ മരത്തിൻ്റെ അടുത്തായിട്ട് കെട്ടിക്കൊടുത്താൽ മതി. ലൈറ്റിൽ ഇത് കിടന്ന് തിളങ്ങുമ്പോൾ വവ്വാലുകൾ ആ ഭാഗത്തേക്കേ വരില്ല. വവ്വാലിൻ്റെ ശല്യമുള്ളവർ എന്തായാലും ഈ ടിപ്പൊന്ന് ഉപയോഗിച്ച് നോക്കണം. വളരെ ഉപകാരപ്പെടും. വവ്വാലുകൾ പിന്നെ ആ ഭാഗത്തേക്കേ വരില്ല. ഞങ്ങളെ വീട്ടിലൊക്കെ വാഷ് മെഷീൻ ഇരിക്കുന്നതിൻ്റെ നേരെ മേലുള്ള ഊക്കിൻ്റെ മീതെയാണ് വവ്വാലുകൾ വന്നിരിക്കാറ്. അപ്പം നമുക്ക് നേരം വെളുത്താൽ അവിടെ വൃത്തിയാക്കിയിട്ട് തന്നെ ബാക്കിയുള്ള പണികൾക്കൊക്കെ പറ്റുള്ളൂ. വവ്വാൽ ഇരിക്കുന്നത് കണ്ടില്ല കാറിൻ്റെ മുകളിൽ. ഇത് പുറത്തുനിന്ന് എവിടുന്നോ വന്ന് കൂടിയതാണ് കേട്ടോ, വീട്ടിൽ നിന്ന് ആയതല്ല, പുറത്തുനിന്ന് വണ്ടിയുടെ മീതെ വന്നിരുന്നതാണ്. അപ്പം ഞാൻ വവ്വാലിനെ ഒഴിവാക്കാനുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ആ സമയത്താണ് വവ്വാലിനെ കാട്ടിത്തരേണ്ടത്. അപ്പോൾ കാറിൻ്റെ മീതെ ഇതേപോലെ വവ്വാലിനെ കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വവ്വാൽ നമ്മളെ കാണുമ്പോൾക്ക് ഓടി രക്ഷപ്പെടാറുണ്ട്. വീഡിയോ എടുക്കാനൊന്നും വവ്വാലിനെ കാണാൻ പറ്റില്ല. ഇത് വണ്ടിയുടെ മീതെ ഇരുന്നിട്ട് ഇതിൻ്റെ ജീവൻ പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റിയത്. ഈ ടിപ്പ് നമുക്ക് അറിയുന്നതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നത് ഒരു പ്ലാസ്റ്റിക് കവർ മണ്ണെണ്ണയിൽ മുക്കിയിട്ട് ഉക്കിൻ്റെ മീതെ കെട്ടിടലായിരുന്നു. പക്ഷേ മണ്ണെണ്ണ ഉണങ്ങിയാൽ വീണ്ടും വരും. കുറച്ച് ദിവസമൊന്നും ഉണ്ടാവില്ല, പിന്നെ വീണ്ടും വവ്വാൽ വന്നിരിക്കും. അപ്പോൾ ദിവസമൊക്കെ നമുക്ക് മണ്ണെണ്ണ ഇട്ടിട്ട് കവർ കെട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഈ ടിപ്പ് വളരെ ഉപകാരമുള്ളതാണ്. എന്തായാലും ഒന്ന് ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പും കൂടെയാണ് ഇതിൽ പറയുന്നത്. നമ്മളെ വീട്ടുകളിലൊക്കെ പഴയതും പുതിയതായൊക്കെ വണ്ടികളുണ്ടാവും. വണ്ടികളൊക്കെ കുറച്ച് കാലം നമ്മൾ ഇതേപോലെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടികളൊന്നിനും പറ്റില്ല. ഈ വണ്ടി കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയായിരുന്നു. 1 വർഷത്തോളമായി ഇത് നിർത്തിയിട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് എടുത്തിട്ട് പുറത്തേക്ക് ഇടലൊക്കെ ഉണ്ട്. അപ്പോൾ ഇടാൻ പറ്റിയില്ല. സാധാരണ നമ്മൾ വണ്ടികളൊക്കെ നിർത്തിയിടുമ്പോൾ ഹാൻഡ് ബ്രേക്ക് പൊന്തിച്ച് വെക്കൂലേ, അപ്പോൾ ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് പൊന്തിച്ചിട്ട് വെക്കരുത് എന്നാണ് പറയുന്നത് നമ്മൾ വണ്ടികൾ നിർത്തിയിടുമ്പോൾ. അപ്പോൾ വണ്ടികൾ അങ്ങനെ സ്റ്റക്കായിട്ട് പോകും. അപ്പം നമുക്കൊരു അബദ്ധം പറ്റി. അപ്പോൾ ആർക്കും ഇതേപോലെ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. വണ്ടികൾ നിർത്തിയിട്ടൊക്കെ കേടുവരുന്നും എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് തോന്നും, എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമുക്കും അറിഞ്ഞിരുന്നു. അപ്പോൾ ഇനി ആർക്കും ഇതേപോലെ അറിഞ്ഞിട്ടും ഒരു അബദ്ധം പറ്റണ്ട എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ. ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കെടുത്തൊന്ന് സ്റ്റാർട്ടാക്കിയില്ലെങ്കിൽ നമുക്ക് പൈസ നഷ്ടം സമയനഷ്ടമൊക്കെ വരും. അതുകൊണ്ട് അറിയാത്തവരെന്തായാലും ഉപയോഗപ്പെടുത്തണം. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ 2 ടിപ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.